ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി ഈ ഇൻഫ്ലുവൻസിങ്ങോ വ്ളോഗിങ്ങോ അല്ല, എൻ്റെ ബിസിനസ് വേറെയാണ്. ഇതെൻ്റെ ഞാനൊരു ഇൻകമായിട്ടേ കണക്കൂട്ടിയിട്ടില്ല. സൈഡെന്നും പറയാൻ പറ്റില്ല. ഇതിൽ കിട്ടുന്ന ഇൻകം മുഴുവൻ നമ്മൾ അതിലോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് കോൾസും ഇപ്പം നല്ലൊരു കോഴ്സ് ഉണ്ട്, ഇതിൽ കിട്ടുന്ന പൈസ മുഴുവൻ നല്ല മെൻസ് കമ്മീഷനിലാണ് പോണത്. സത്യം പറഞ്ഞാൽ പ്രൊമോഷന് കിട്ടുന്ന കംപ്ലീറ്റ് പൈസയും അതിൽ കൂടുതലും നമ്മൾ വക്കീലില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ഒരു വക്കീലിനെ നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ, നല്ല വക്കീലാണെങ്കിൽ അവനൊരു 25,000 രൂപയെങ്കിലും ഫീസ് കൊടുക്കണം ഒരു സിറ്റിങ്ങിന്. നല്ല വക്കീലാണ്, ഒരു ബെയിൽ എടുത്ത് കൊടുക്കാൻ മിനിമം 25,000 കൊടുക്കണം. 25 to 1 lakhs. ഇപ്പം നമ്മൾ 1 lakh മേടിക്കുന്ന സ്ഥാനത്ത് നമ്മൾ മെൻസ് കമ്മീഷന് വേണ്ടി വാദിക്കുന്ന വക്കീലാണെങ്കിൽ അയാൾ 25,000 ഒക്കെ മേടിക്കാറുള്ളൂ. നമ്മളോടുള്ള ഒരു നമ്മൾ കൊടുക്കേണ്ട അയാളുടെ ജോലിയല്ലേ അത് എവിടെയാണ് കൊടുക്കുന്നത്? നമ്മളുടെ റവന്യൂ ഒന്ന്. ചില കേസുകളിൽ ഞാൻ കൊടുക്കാറുണ്ട്, ചില കേസുകളിൽ രാഹുൽ കൊടുക്കാറുണ്ട്. നമ്മൾ രണ്ടുപേരും കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പ്രപ്പോർഷൻസ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കും, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് അദ്ദേഹം കൊടുക്കും. പലരും വിളിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്, പിള്ളേർക്ക് ബുക്കും സാധനങ്ങളും മേടിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മളെ വിളിക്കും. ഈ ഇടയ്ക്ക് രാഹുലിനോടൊപ്പം ജയിലിൽ കിടന്ന ഒരു പയ്യനുണ്ട്. അവന് ഒരു പ്രേമമായിരുന്നു പെൺകുട്ടിയായിട്ട്. പക്ഷേ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞില്ല. അപ്പോൾ അവർ വീട്ടുകാർ പോക്സോ കേസ് കൊടുത്തു. അപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ ഇറക്കി കൊണ്ടുവരാനായിട്ടുള്ള കേസ് നടത്തിലാണ്. അത് അദ്ദേഹം ഉടനെ റിലീസാവും. അദ്ദേഹത്തിന് സൗജന്യമായി വക്കീലിനായി കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യാം. നമ്മൾ ഇനി ഒരു പുരുഷനും വ്യാജ കേസിൽ അത് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് പഠിക്കുന്നത്. അത് എല്ലാവരുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.